എവിടെയാണോ നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ അങ്ങനെ സോനമർഗിലെ മഞ്ഞുമലകൾ ലക്ഷ്യമാക്കി നീങ്ങി. പോകുന്നതിനിടക്ക് മുമ്പേ പോയി ചില സഞ്ചാരികൾ തിരിച്ചിറങ്ങുന്നത് കണ്ടു. സമുദ്രനിരപ്പിൽ നിന്നും 9,000 അടി ഉയരത്തിലാണ് ഈ മഞ്ഞുമലകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഏത് സമയം വന്നാലും നമുക്കിവിടെ മഞ്ഞ് കാണാം. ഒരു ക്യാൻവാസിൽ തീർത്ത ചിത്രം പോലെയാണ് എനിക്ക് ഈ കാഴ്ചകളെല്ലാം തോന്നിയത്. വെറുതെയാണോ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ കാശ്മീർ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്? അത്രയും മനോഹരം. പേർഷ്യൻ കവി പാടിയതുപോലെ മലകളും അരുവികളും തടാകങ്ങളും മണ്ണും മഞ്ഞുമൊക്കെ ഇഴചേർന്നൊരു വസന്തമാണ് കാശ്മീർ. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചത് പേർഷ്യൻ കവിയായ അമീർ ഖുസ്രുവാണ്. ആകാശം മുട്ടി നിൽക്കുന്ന മഞ്ഞുമലകളും അതിൻ്റെ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന ചെറിയ നദികളും ഹൃദയത്തെ തന്നെ തണുപ്പിച്ച് കടന്നു പോകുന്ന കാറ്റും, സത്യം പറഞ്ഞാൽ കാശ്മീരിൽ എവിടെ നോക്കിയാലും ഭംഗിയാണ്. ഇത്രയും മനോഹരമായി എല്ലാത്തിനെയും സംവിധാനിച്ച സൃഷ്ടാവിന് സ്തുതി. സോനമർഗിനോട് യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടർന്നു. ഗുൽമർഗാണ് ലക്ഷ്യം. സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടി ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കൈസർ ആയിരുന്നു നമ്മുടെ ഗൈഡ്. ഏറ്റവും ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഫാംഡിയിൽ ഡോക്ടറേറ്റ് എടുത്ത കൈസർ ഇപ്പോൾ ഗുൽമർഗിലെ സഞ്ചാരികളുടെ ഗൈഡായി ജോലി ചെയ്യുന്നു. ഏറ്റവും മനോഹരമായ കാശ്മീരിൽ എന്നാൽ അത്ര മനോഹരമല്ലാത്ത ചില ജീവിതങ്ങൾ. 90% ടൂറിസത്തെ കേന്ദ്രീകരിച്ചാണ് കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥ. ഇതാണ് ഗോണ്ടോല റൈഡ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗോണ്ടോല റൈഡ് ഗുൽമർഗിലാണ്. ലോകത്തിൽ 2ാം സ്ഥാനത്തും. കാലിഫോർണിയയിലാണ് 1ാമത്. 2 ഫേസുകളാണ് ഇവിടെയുള്ളത്. ഇതാണ് സെക്കൻഡ് ഫേസിലേക്കുള്ള വഴി. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോവാന്നുള്ളത് എനിക്ക് സാധ്യമല്ലായിരുന്നു. എങ്ങും തൂവെള്ള നിറത്തിലുള്ള മഞ്ഞ്. പണ്ടെവിടെയോ കേട്ടതുപോലെ ഈ മലനിരകളെല്ലാം മഞ്ഞിന്റെ പുതപ്പണിയുമ്പോൾ അതിൻ്റെ സൗന്ദര്യത്തിൽ കാശ്മീരികൾ എല്ലാം മറക്കുന്നു. സ്നോ ആക്ടിവിറ്റീസ് എല്ലാം ഫസ്റ്റ് ഫേസിലാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി. പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. മഞ്ഞുവീഴ്ച കൂടി തുടങ്ങി. നല്ല തണുപ്പ്. ഞങ്ങളൊരു കാശ്മീരി കഹ്വയൊക്കെ കുടിച്ചു. ഈ കൊടും തണുപ്പിൽ ഇളം ചൂടുള്ള കഹ്വയ്ക്ക് മനസ്സിനെയും ശരീരത്തെയും ഒന്ന് ചൂടാക്കാൻ കഴിഞ്ഞു.